വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സർപ്പയജ്ഞം എന്ന കഥാസംഹാരത്തിലെ ആനപ്പൂട എന്ന കഥയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ആനപ്പൂട ആനപ്പൂട മോഷണത്തിൻ്റെ കഥയാണ്. കൊലകൊമ്പനായ ഒരാന. ചവിട്ടി അരച്ചും കുത്തിയും അവൻ ഒന്ന് രണ്ട് ആനക്കാരെ കൊന്നിട്ടുണ്ട്. അവൻ്റെ വാലിലെ ഒരു പൂടയാകുന്നു മോഷ്ടിക്കേണ്ടത്. എൻ്റെ സ്വന്തം ആവശ്യമല്ല, രാധാമണിക്ക് വേണ്ടിയാണ്. എക്സൈസ് ഇൻസ്പെക്ടറുടെ മകൾ. അവൾ എൻ്റെ ക്ലാസ്മേറ്റാണ്. പുസ്തകത്തിൽ വെക്കാൻ അവൾ എനിക്ക് മയിൽപ്പീലി തന്നിട്ടുണ്ട്. അന്ന് എനിക്ക് ആനപ്പൂട എന്നൊരു പരിഹാസ പേരുണ്ട്. സഹപാഠികൾ ചോദിക്കും, ആനപ്പൂട എങ്ങോട്ടാണ്? അല്ലെങ്കിൽ ആനപ്പൂടയുടെ കണക്ക് തെറ്റിപ്പോയി, വട്ടപൂജ്യം. ആനവാലിന് ആനപ്പൂട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അന്ന് എനിക്ക് 8-9 വയസ്സ് കാണും. ആ കാലത്ത് ഞങ്ങൾ കണി കാണുന്നത് ആനകളെയാണ്. ബാപ്പ തടി എന്ന് പറയുന്ന മരക്കച്ചവടക്കാരൻ. വീടിനടുത്തുള്ള പറമ്പിലാണ് ആനകളെ തളയ്ക്കുന്നത്. ആനകൾക്ക് തെങ്ങോല, ചൂണ്ടപ്പനയോല മുതലായവ കൊടുക്കുന്നതിൻ്റെ മേൽനോട്ടം ഞാൻ വഹിക്കും. ആനക്കാരുടെ ഒരുമാതിരി സന്തത സഹചാരിയാണ് ഞാൻ. അവർക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കും. ആനക്കാരും ഞാനുമായി വലിയ കൂട്ടുകെട്ടിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രാധാമണിക്കൊരാഗ്രഹം. രഹസ്യമായി അവൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു ആനവാല് വേണം, തരുമോ? തരാം, ഞാൻ പറഞ്ഞു. നിഷ്പ്രയാസം എനിക്ക് ആനവാൽ കിട്ടും. ആനക്കാരെല്ലാം എൻ്റെ ഇഷ്ടക്കാരാണല്ലോ. എങ്കിലും ഒരാനവാൽ വാങ്ങിച്ചു തരാൻ ഞാൻ ബാപ്പയോടും ഉമ്മയോടും പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു, നിനക്കിപ്പോൾ ആനവാല് വേണ്ട. ഞാൻ ആനക്കാരോട് പറഞ്ഞു, ഒരു ആനവാൽ വേണം. ആനക്കാരൻ പരിഹസിക്കുന്ന മട്ടിൽ പറഞ്ഞു, ആനയ്ക്ക് ഒരേ ഒരു വാലേ ഉള്ളൂ, അത് മുറിച്ച് ആന എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, എനിക്ക് മുഴുവനും വേണ്ട, ഒരു പൂട മതി, ആനപ്പൂട. ആനപ്പൂടയോ? ആനക്കാര് ചിരിച്ചു. ഇതെന്താ, വല്ല കോഴിയോ മറ്റോ ആണോ? ഞാൻ ചോദിച്ചത് വെറും ഒരു ആനപ്പൂടയാണ്. തന്നില്ല. ആട്ടെ, ഞാൻ കാണിച്ചു തരാം. ഒരാനപ്പൂട ഞാൻ കട്ടെടുക്കും. എങ്ങനെ? രാവും പകലും ചിന്തയാണ്. ജീവനുള്ള ഒരു കൊലകൊമ്പൻ്റെ വാലിലെ രോമം എങ്ങനെ മോഷ്ടിക്കും? ഒടുവിൽ ഒരു എളുപ്പ വഴി കണ്ടുപിടിച്ചു. സർവമാന പേരും ആനകളും കുളിക്കുന്നത് കടത്തുകടവിലാണ്. വലിയ നദി, കണ്ണുനീര് പോലുള്ള വെള്ളം. നദിയിൽ കരയോട് ചേർന്ന് വെള്ളത്തിൽ 3 ആനകൾ കിടക്കുന്നു. നടുക്കു കിടക്കുന്നതാണ് കൊമ്പൻ. അവൻ്റെ വാലാണ് മോഷ്ടിക്കേണ്ടത്. ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. ബാപ്പ എന്നെയും ശരിക്കും കുളിപ്പിച്ചു. എന്നിട്ട് ഞാൻ മുങ്ങാങ്കുഴിയിട്ട് പതുക്കെ ചെന്ന് കൊമ്പനാനയുടെ പിറകിൽ തല മാത്രം പൊക്കി നോക്കി. വാല് ശരിക്ക് കണ്ടുപിടിച്ചു. നല്ല ഉയരമുണ്ട്. പല്ലുകൾ കൊണ്ട് നീണ്ട ഒരു രോമം കരണ്ട് മുറിച്ചെടുക്കാം. കരണ്ട് മുറിക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. ഞാൻ കടിച്ച് വാലു ബലമായി പിടിച്ചകറ്റി. ശക്തിയായി വലിച്ച ഓർമ്മയുണ്ട്. പിന്നെ ആകെ ബഹളമാണ്. വാലിലെ പിടിവിട്ട് ഞാൻ പൊങ്ങി. ആന ഭയങ്കരമായി അമറിക്കൊണ്ട് എണീറ്റ് തിരിഞ്ഞു. എന്നെ കണ്ടു. ഞാൻ ഒറ്റ മുങ്ങ്. മരണവേവലാതിയുടെ മുങ്ങാങ്കുഴിയിട്ട് ശീഘ്രം മണ്ണ് ചവിട്ടിത്തള്ളി പാഞ്ഞു പോയി. എന്നിട്ടും പൊങ്ങിയില്ല. ഒടുവിൽ പോയി വെള്ളത്തിൽ ഇരുട്ടുള്ള ഭാഗത്ത് പൊങ്ങി. ആന തുമ്പിക്കൈ പൊക്കി കൊമ്പുകൾ ഉയർത്തി ഭയജനകമായ വിധത്തിൽ അമറുകയാണ്. മറ്റ് 2 ആനകളും എണീറ്റ് അമർന്നുണ്ട്. ആളോട്ടവും ബഹളവും. ഞാൻ പരിപൂർണ നഗ്നനാണ്. കരയ്ക്ക് കയറി. മുള്ളിലും കുണ്ടുകുഴിയിലൂടെയും ഓടിച്ചാടി വള്ളികൾ പടർന്ന വലിയ ഒരു മരത്തിൽ വലിഞ്ഞു കയറി. ഇലകളുടെ മറവിൽ ഒരു കൊമ്പിലിരുന്ന് വിറച്ചു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ബാപ്പയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ടു. എൻ്റെ പേര് പറഞ്ഞാണ്. ഞാൻ ബാപ്പ എന്ന് വിളിച്ചു. എന്നിട്ട് ഇറങ്ങിച്ചെന്നു. ബാപ്പ ദേഹത്ത് കിടന്ന തോർത്ത് എന്നെ ഉടുപ്പിച്ചു. എന്നിട്ടെൻ്റെ തല തടവി. ശരീരത്തെങ്ങും കടിച്ചു പറ്റിക്കിടന്ന എറുമ്പുകളെ എടുത്തു കളഞ്ഞു. ഞങ്ങൾ വീട്ടിൽ ചെന്നു. ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എൻ്റെ മുണ്ടുപോയി. ഉമ്മ പറഞ്ഞു, എല്ലാവരുടെയും മുണ്ടുപോയി. കൊമ്പന് പെട്ടെന്ന് പ്രാന്തിളകിയതാണ്. അത് ശരിയല്ല. എല്ലാ ബഹളത്തിനും കാരണക്കാരൻ ഞാനാണ്.
ഈ സത്യം എങ്ങനെ പറയും? അറിഞ്ഞാൽ ബാപ്പ എന്നെ കെട്ടിത്തൂക്കി പുകയിടുമോ? ഞാൻ പറഞ്ഞു, ബാപ്പ അതിന് പിരാന്തിളകിയതല്ല, പിന്നെ കടിച്ചു വലിച്ചതാണ്. എന്ത് കടിച്ചു വലിച്ചു? ബാപ്പ, ഞാൻ ആനേനെ കടിച്ചു. നീ കൊമ്പനാനേനെ കടിച്ചോ? അതെ, ഞാൻ മുങ്ങിച്ചെന്ന് അതിൻ്റെ ഒരു പൂട കടിച്ചൂരാൻ നോക്കി. ഉമ്മ പറഞ്ഞു, റബ്ബേ, അതിന് ഒരുപാട് നൊന്ത് കാണും. ബാപ്പ ചിരിച്ചു, ഒരുപാട് നേരം ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്തിനാ ആനപ്പൂട? ഞാൻ പറഞ്ഞു, ബാപ്പാടെ ഒരു ഇഷ്ടക്കാരനില്ലേ, ആ എക്സൈസ് ഇൻസ്പെക്ടർ, അദ്ദേഹത്തിൻ്റെ മകള് രാധാമണി എന്നോടൊരു ആനവാല് ചോദിച്ചു. എടാ, ബാപ്പ പറഞ്ഞു, എന്നാലും നീ അതിനെ കടിച്ചല്ലോ. കടിച്ചില്ല, ഒരാനപ്പൂട കടിച്ച് ഊരിയെടുക്കാൻ നോക്കി. ബാ, നീ ഇത് ആരോടും പറയണ്ട. ബാപ്പ എന്നെ ആനകളുടെ അടുത്ത് കൊണ്ടുപോയി. കൊമ്പനാനയുടെ ഒരു വാല് ആനക്കാരനെ കൊണ്ട് മുറിച്ചെടുപ്പിച്ച് ബാപ്പ എനിക്ക് തന്നു. കൊമ്പനാന പരിഹാസം നിറഞ്ഞ ഭയങ്കരതയോടെ എന്നെ നോക്കി. വയറുകൊണ്ട് പടപടാ ശബ്ദമുണ്ടാക്കി. അതിൻ്റെ അർത്ഥം, നീയല്ലടാ കശ്മല ആനപ്പൂട കടിച്ചു പറിച്ചെടുക്കാൻ പോയ കള്ളൻ.